ആം ആദ്മി പാർട്ടിയിൽ നിന്നും 14 മാസം മുമ്പ് രാജിവെച്ച് രൂപീകരിച്ച പ്രാദേശിക കക്ഷിയായ ഇന്ദ്രപ്രസ്ഥ വികാസ് പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയിൽ ലയിച്ചു എന്നതാണ്. പാർട്ടിയുടെ മുഴുവൻ ജനപ്രതിനിധികളായ 16 കൗൺസിലർമാരും ഔദ്യോഗികമായി BJPയിൽ ചേർന്നതോടെ ഡൽഹി കോർപ്പറേഷനിൽ BJPക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചു എന്നതാണ് വാർത്ത. മാത്രമല്ല, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത, BJP സംസ്ഥാന അധ്യക്ഷൻ ഹർഷ് മൽഹോത്ര എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് പാർട്ടി ആസ്ഥാനത്ത് വെച്ച് ഈ ലയനം പ്രഖ്യാപിച്ചത്. IVP പൂർണ്ണമായും BJPയിൽ ലയിച്ചതോടെ 250 അംഗങ്ങളുള്ള ഡൽഹി കോർപ്പറേഷനിൽ BJPയുടെ ആകെ കൗൺസിലർമാരുടെ എണ്ണം 139ആയി ഉയർന്നു എന്നുള്ളതാണ്. ട്രിപ്പിൾ എഞ്ചിൻ സർക്കാർ ഡൽഹിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കോർപ്പറേഷൻ ഭരണം BJPക്ക്, സംസ്ഥാന ഭരണം BJPക്ക്, കേന്ദ്ര ഭരണം BJPക്ക്. തടസ്സമായി നിന്നത് ആം ആദ്മി പാർട്ടിയുടെ ഈ കോർപ്പറേഷൻ മാത്രമായിരുന്നു. അതും തൂക്കിയിട്ടുണ്ട്. ഒരു വാർത്ത കൂടി പറഞ്ഞ് നമുക്ക് ഈ ബുള്ളറ്റിൻ വളരെ വേഗം അവസാനിപ്പിക്കാം. E20 എത്തനോൾ, അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. E20ക്കെതിരെ പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പ് പുറത്ത് എന്നതാണ് വാർത്ത. കേന്ദ്ര സർക്കാരിന്റെ E20 എത്തനോൾ പദ്ധതിയെ എതിർക്കുന്ന പ്രതിപക്ഷം നേരത്തെ ഇതിനെ അനുകൂലിച്ചു എന്നാണ് വാർത്ത വരുന്നത്. പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് മോദി സർക്കാരിനെതിരായ അന്ധമായ രാഷ്ട്രീയ വിരോധം മൂലമാണെന്ന് വ്യക്തമാവുകയുമാണ്. ആ വാർത്തയിലേക്ക് വളരെ വേഗം പോയി തിരിച്ചു വരാം. 20% എഥനോളും 80% പെട്രോളും ചേർന്ന ഇന്ധനമാണ് E20. ഇന്ധന ഇറക്കുമതി കുറയ്ക്കാനും മലിനീകരണം നിയന്ത്രിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി. കരിമ്പിൽ നിന്നും ചോളത്തിൽ നിന്നും എഥനോൾ ഉണ്ടാക്കാം. പഞ്ചസാരയോ അന്നജമോ പുളിപ്പിച്ച ശേഷം ശുദ്ധീകരിച്ചാണ് എഥനോൾ നിർമ്മിക്കുന്നത്. E20 ഉപയോഗിച്ചാൽ പരിസ്ഥിതി മലിനീകരണം കുറയും, അതായത് കാർബൺ പുറന്തള്ളൽ കുറയും. ആഗോള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. എന്നാൽ വാഹനങ്ങളുടെ മൈലേജ് അല്പം കുറയുമെന്നത് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി തന്നെ വ്യക്തമാക്കിയതാണ്. E20യെ എതിർക്കുന്ന പ്രതിപക്ഷ നിരയിലെ പ്രമുഖൻ സഞ്ജയ് റൌത്ത് നേരത്തെ ഇതിനെ അനുകൂലിച്ച് പാർലമെന്റിൽ സംസാരിച്ചയാളാണ്. The government should also encourage blending of ethanol with petrol to save fuel. The government should encourage production of green vehicles and should announce some concession in duties if not already done. Sir, the US sanction against Iran should not come in the way of India importing additional crude from the country. There will be a reduction in the foreign exchange outflow on this account is based on the fact that India paying rupees for oil imports from Iran. This should be pursued rigorously. മുൻ പെട്രോളിയം മന്ത്രി മണിശങ്കർ അയ്യറും E20 അനുകൂലി തന്നെ. ഇവരുടെയൊക്കെ പ്രസംഗം ഇപ്പോഴും പാർലമെന്റ് സഭാ രേഖകളിലുണ്ട്. और हमने आश्वस्त कर दिया है कि एथेनॉल का ब्लेंडिंग होगा पेट्रोल के साथ और यदि एथेनॉल की उपलब्धि ज्यादा बढ़ती हो तो तब इसको हम बढ़ाएंगे. एथेनॉल is a residual product and we in the oil sector are the residual consumer. ഇങ്ങനെ അനുകൂലിച്ചവർ ഇപ്പോൾ എന്തിനാണ് E20 പദ്ധതിയെ എതിർക്കുന്നത്? രാജ്യത്തിന് ഗുണകരമാകുന്നതിനെ എതിർക്കുക എന്നത് മാത്രമാണ് ഇവരുടെ നിലപാടിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇരട്ടത്താപ്പ് മാത്രമാണ് പ്രതിപക്ഷത്തിന്റെ നയമെന്ന് വ്യക്തമാക്കുന്നതാണ് E20 പദ്ധതിയിൽ അവർ സ്വീകരിക്കുന്ന നിലപാട്. ജനം, ഡൽഹി.